എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചോക്കോ ബാർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു മാംഗോ ബാർ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഒരു മീഡിയം സൈസ് ഒരു 3 മാംഗോ വേണം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പം തന്നെയല്ല, അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് കിട്ടത്തുള്ളൂ. ചിലർക്ക് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. അത് നോട്ടിഫിക്കേഷൻസൊക്കെ ഒന്ന് ഓൺ ചെയ്തിടണം. അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനുടൻ കിട്ടും. അപ്പം ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, പക്ഷെ കുറച്ച് കളറ് കുറവാണ്. സാരമില്ല, നല്ല പാകിസ്ഥാനി മാങ്ങയാണ് കേട്ടോ. ഞാനിത് നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം കേട്ടോ, അതല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പൾപ്പ് അടിച്ചൊന്നെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു, നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ സെറ്റ് കൂടെ അരച്ചെടുക്കണം. രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പം അത് നല്ല പരുവത്തിന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് കണ്ടോ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയും ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. ഇത് നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ 3 മാങ്ങയ്ക്ക് ഒരു 270 ml മാക്സിമം മതിയാവും കേട്ടോ. ഇനി അതല്ലെങ്കിൽ മാങ്ങയ്ക്ക് അത്ര മധുരമില്ലെങ്കിൽ ഒരു 370 ml വരെ ഒഴിക്കാം. അപ്പം ഞാനിപ്പം 270 ആണ്, കാരണം ഇത് നല്ല മധുരമായി മാങ്ങയ്ക്ക്. കളറ് കുറവാണ്, പക്ഷെ നല്ല മധുരമാണ് ഈ മാങ്ങയ്ക്ക്. എന്നിട്ടിത് ഒരു സ്പാറ്റില കൊണ്ട് നന്നായിട്ട് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമുക്കിവിടെ വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 250 ml വിപ്പിംഗ് ക്രീം, ഇത് കുക്കിംഗ് ക്രീമല്ല, വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ടൊന്ന് വിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. ആ മാങ്ങയ്ക്ക് കുറച്ച് കളറ് കുറവാണ്, മധുരം ഭയങ്കരമാണെങ്കിലും കളറ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് കളറ് കുറഞ്ഞു പോയത്. പിന്നെ കളറൊന്നും ഞാൻ ഒരു കുക്കിങ്ങിനകത്തും ആഡ് ചെയ്യാറില്ല, കാരണം കളറല്ല വിഷയം, ആരോഗ്യമാണല്ലോ വിഷയം. ഇനി നമുക്കിത് മാംഗോ ബാർ ആക്കണ്ടേ. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് എനിക്കതിൻ്റെ മോൾഡില്ല എൻ്റെ കയ്യിൽ. അത് കാരണം ഞാൻ ഈ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ കപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓരോ കപ്പിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാമെന്ന് പറയാൻ നമുക്ക് ആവശ്യമുള്ള അത്രയും മതി. സൈസ് എത്രയും വേണോ അത്ര അനുസരിച്ച് നമുക്ക് ചെയ്യാം. കൈ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം. ചെറിയ കപ്പാണിത്. ഇത്രയും വെച്ച് ഞാനിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. ഇതിപ്പം ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ബാറായിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചു. മറ്റേത് നമ്മൾ ഐസ്ക്രീമായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ സ്റ്റിക്ക് ഇങ്ങനെ നടുക്ക് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഓവർനൈറ്റായിട്ട് ഫ്രീസ് ചെയ്യും. ഞാൻ നാളെ രാവിലെ കാണിക്കായത്. അപ്പം ഇതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി രാവിലെ എടുത്തത് കഴിച്ചാൽ മതി. അപ്പോൾ എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഇങ്ങനൊരു ഹൈറ്റുള്ളൊരു പാത്രം വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഇനി അടച്ച് അങ്ങ് ഫ്രീസറിലേക്ക് വയ്ക്കാം. ബാക്കി ഭാഗം ഇനി നാളെ കാണിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഐസ്ക്രീം എന്തായി എന്ന് നോക്കാം. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം. അത് അങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ വന്നില്ലെങ്കിൽ കമ്പ് പിടിച്ച് വല്ലാതെ വലിക്കരുത്, കമ്പ് ഞൂരിപ്പോരും. അത് നമ്മൾ ഇങ്ങനെ മെല്ലെ ഒന്ന് ട്രൈ ചെയ്യാൻ വരുന്നുണ്ട്. ഇതേ കണ്ടോ, അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ അഥവാ അങ്ങനെ വരുന്നില്ലെങ്കിൽ ഇനി ഇത് ഫ്രഷായിട്ടിത് നമ്മൾ വലിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു സംഭവം വെച്ച് ഒന്ന് ഇളക്കി വിട്ട് കൊടുത്താലും മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇവിടുന്ന് ഒന്ന് ഇളക്കി വിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം മെല്ലെ ഇങ്ങ് വലിച്ചാൽ മതി. കണ്ടോ, കമ്പ് തന്നെ ഇങ്ങ് വലിക്കരുതേ. ഇതാണ്ടേ, അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ. അപ്പോൾ വീട്ടിൽ
ഈ ചോക്കോബാർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവവുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and stay safe.